ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി ചിക്കൻ റോള് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. കട്ട്ലേറ്റ്സ് പോലെ തന്നെ പാർട്ടികൾക്കെല്ലാം സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഈ ചിക്കൻ റോള്. അപ്പോൾ ബേക്കറി സ്റ്റൈലിൽ ചിക്കൻ റോൾ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ കുറച്ചധികം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ്. നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ കുറച്ച് ചിക്കൻ വെച്ച് ഉണ്ടാക്കി വെക്കുക. എല്ലില്ലാത്ത ചിക്കൻ പീസിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയായിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ വേവിച്ചെടുക്കാം. ചിക്കൻ വെന്തതിന് ശേഷം അതിനകത്ത് വീണ്ടും വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് വേവിച്ച് അതിലെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം. ഇതിവിടെ ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ചോപ്പറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ ഇട്ട് ഒന്ന് കറക്കിയെടുക്കുക. ഇവിടെ ചിക്കൻ ഭയങ്കരമായിട്ട് അരിഞ്ഞു പോയിട്ടില്ല, പക്ഷേ എല്ലാം ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ ചിക്കനും റെഡിയാക്കി എടുക്കാം. ഇനി ഇതിനൊരു മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3 സവോള എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഒഴിച്ച് ബാക്കിയെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ 3 സവോള എടുത്ത് വെച്ചിരിക്കുന്നതും ആ ചോപ്പറിലിട്ട് തന്നെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. അതും നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റിയെടുക്കാം. ആ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഗരം മസാല, പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഈ മസാലകളുടെ എല്ലാം മണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ റോളിന് വേണ്ട ഒരു റാപ്പ് തയ്യാറാക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 2 കപ്പ് പ്ലെയിൻ ഫ്ലവർ മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കൊരു ദോശമാവിൻ്റെ പരുവത്തിൽ, ഇത് ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. അപ്പോൾ അതനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇത് കണ്ടോ, ഈ രീതിയിൽ ഇതൊരു ദോശമാവിൻ്റെ രീതിയിൽ റെഡി ആയിട്ടുണ്ട്. ഒരു തവ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓരോ തവി മാവ് ഒഴിച്ച് ദോശ പരത്തുന്ന പോലെ നല്ല തിന്നായിട്ട് വളരെ കനം കുറച്ച് പരത്തിയെടുക്കണം. തീ ചെറിയ തീയിൽ വെക്കണം. ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് മറ്റേ സൈഡും കൂടെ മറച്ചിട്ട് എടുക്കാം. ഇതുപോലെ കുറച്ച് റാപ്പ് നമുക്ക് ആദ്യം തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ഈ റാപ്പിൽ വെച്ച് എങ്ങനെയാണ് അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കുറച്ച് ചിക്കൻ വെച്ച് 2 സൈഡും ഇതുപോലെ മടക്കിയതിന് ശേഷം താഴേന്ന് മുകളിലോട്ട് നമുക്കിങ്ങനെ റോൾ ചെയ്തെടുക്കാം. ഇതേ കണ്ടോ, നമ്മുടെ ചിക്കൻ റാപ്പ് ഇവിടെ റെഡിയാണ്. ഞാൻ ഒന്നും കൂടെ കാണിക്കാം. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചിക്കൻ മിക്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 2 സൈഡും ആദ്യം തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. ഇത് ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇതിങ്ങനെ റെഡിയാക്കി എടുക്കാനായിട്ട്. അതിൻ്റെ ഒരു പൊട്ടി പോന്നിട്ടുണ്ട്, അതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ തന്നെ മടക്കിയാൽ മതി, അതങ്ങനെ പൊട്ടിപ്പോരൊന്നുമില്ല. ആദ്യത്തെ കുറച്ച് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളത് നല്ല എക്സ്പേർട്ടാവും. അപ്പോൾ നമുക്ക് ദോശ ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് റോളും ഒന്നിച്ച് തന്നെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പണി പെട്ടെന്ന് തീരും. അപ്പോൾ നമ്മുടെ റോൾ ഇവിടെ കുറേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് വറുക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് കട്ട്ലേറ്റ് എല്ലാം വറുക്കുന്നത് പോലെ തന്നെ ആദ്യം നമുക്ക് മുട്ടയുടെ മിക്സിയിൽ ഒന്ന് മുക്കിയെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞെടുത്ത് എണ്ണയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാവും. ഒരു സൈഡ് ഒന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിടാം. 2 സൈഡും മുരിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈ വറുക്കണതിന് മുന്നേ വരെയുള്ള സ്റ്റേജ് വരെ റെഡിയാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. നേരത്തെ റെഡിയാക്കി വെക്കാം.
അപ്പോൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് വറുത്താൽ മതി. ഒരു 2-3 ദിവസമൊക്കെ നമുക്കിത് മുന്നേ റെഡിയാക്കി വെക്കാവുന്നതാണ്. ഇപ്പോൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിന് സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തലേ ദിവസം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുക. എന്നിട്ട് രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വറുത്ത് അത് പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അഭിപ്രായങ്ങൾ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.